ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെക്കുറിച്ചുള്ള വചനഭാഗമാണ്. ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാകാൻ സഹായിക്കാൻ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം എന്നോട് പങ്കുവെച്ചത് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അച്ഛൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അധ്യാപകരായിരുന്നു. ഈ പയ്യൻ ചെറുപ്പത്തിലെ ഒരു ഏവറേജ് സ്റ്റുഡൻ്റാണ്. എങ്ങനെ തലകുത്തി പഠിച്ചാലും ഓരോ പരീക്ഷ കഴിയുമ്പോൾ 50-ൽ 30, ചിലപ്പോൾ 35, മാക്സിമം 40 കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഈ ടീച്ചറായ അമ്മ ഈ പയ്യനോട് പറയും, മോനു നന്നായി പഠിക്കണം, നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും, നല്ല മാർക്ക് കിട്ടിയാലോ റാങ്ക് കിട്ടും, റാങ്ക് കിട്ടിയാലോ ബാഡ്ജ് കിട്ടും, ബാഡ്ജ് കിട്ടിയാലോ കുത്തിക്കൊണ്ട് നടക്കാം എന്നും ഇത് തന്നെ പറയും. ബാഡ്ജ് വാങ്ങണം, ബാഡ്ജ് കുത്തിക്കൊണ്ട് നടക്കണം. കാരണം ഒരു അധ്യാപികയായ ഒരു അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാകും, എല്ലാ കുട്ടികളും മറ്റുള്ളവർ ബാഡ്ജും കുത്തി നടക്കുമ്പോൾ, ക്ലാസ്സിൽ ഒന്നാമനാകുമ്പോൾ തൻ്റെ മകനും ഒന്നാമനാകണം എന്ന്. എന്നും അമ്മയും അപ്പനും ഈ മകനോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൻ്റെ അപ്പച്ചൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സ്കൂൾ ബസ്സുണ്ട്. അത് എല്ലാ ദിവസവും വൈകിട്ട് 4:15-4:30 മണിയോടുകൂടിയാണ് വരിക. 3:30 ക്ലാസ് വിടും. അപ്പോൾ എല്ലാ ദിവസവും ഈ കുട്ടി ഇങ്ങനെ ഓടിച്ചാടി കളിക്കുമ്പോൾ ഒരു ദിവസം ക്ലാസ്സിലെ പിയൂൺ ചേച്ചി ചോദിച്ചു, മോനു നീ നല്ല കുട്ടിയല്ലേ? അവന് വലിയ സന്തോഷമായി. ഒരു ചേച്ചി ആദ്യമായിട്ടാണ് പറയണത് നല്ല കുട്ടിയല്ലേ എന്ന്. അവൻ ചേച്ചിയുടെ അടുത്ത് ചെന്നു. ആ ചേച്ചി പറഞ്ഞു, മോൻ നല്ല കുട്ടിയാണ്, കണ്ടാൽ തന്നെ അറിയാം. നല്ല കുട്ടി ചേച്ചിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യൂ. അവൻ ചോദിച്ചു, എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് ആ ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് ഈ ജനലയൊക്കെ ഒന്ന് അടച്ചു തരാമോ? അവൻ പറഞ്ഞത് കേട്ട ഉടൻ ചാടിക്കേറി ജനലയൊക്കെ അടച്ചു. അവൻ പറഞ്ഞു, ചേച്ചി ഈ ജനൽ അടച്ചു കഴിഞ്ഞു. ചേച്ചി പറഞ്ഞു, നല്ല കുട്ടി, ഇനി അടുത്ത ജനലൊന്നും അടയ്ക്കാമോ? അവൻ പറഞ്ഞു, ചേച്ചി ഈ ജനലും അടച്ചു. ചേച്ചി പറഞ്ഞു, മിടുക്കൻ, നല്ല കുട്ടി, അടുത്ത ജനലൊന്നും അടയ്ക്കാമോ? അങ്ങനെ ഓരോരോ ജനലുകൾ ഇവനെ കൊണ്ട് അടപ്പിക്കും. അങ്ങനെ സ്കൂളിലെ ജനലുകൾ മുഴുവനും അടച്ചു കഴിയും. എല്ലാ ദിവസവും ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഇവൻ ക്ലാസ്സിലൂടെ ഇങ്ങനെ ജനലുകൾ അടച്ചു നടക്കുമ്പോൾ ക്ലാസ്സിലെ മേശ, അതിൻ്റെ വലിപ്പം വെറുതെ ഒരു ജിജ്ഞാസയിൽ ഒന്ന് വലിച്ചു നോക്കി. അത് തുറക്കുന്നു. തുറന്നു നോക്കുമ്പോഴുണ്ട് അതിൻ്റെ ഉള്ളിൽ 3 ബാഡ്ജുകൾ. ഈ അച്ഛൻ പറഞ്ഞ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ 3 ബാഡ്ജുകൾ പറയുന്നത് പോലെ, ഞങ്ങൾക്ക് ഈ മേശയുടെ ഉള്ളിലിരുന്ന് ബോറടിക്കുന്നു, ഞങ്ങളെ നിന്റെ നാട് കാണാൻ ഒന്ന് കൊണ്ടുപോകാമോ? പ്രിയമുള്ളവരെ, ഈ കുട്ടി ആ 3 ബാഡ്ജിലെ ഏറ്റവും ഒന്നാമത്തെ ബാഡ്ജ് എടുത്ത് പോക്കറ്റിലിട്ടു. അങ്ങനെ അവൻ മെല്ലെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ ചെന്നു ഈ ബാഡ്ജ് ഇവൻ ഒളിപ്പിച്ചു വെച്ചു. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോഴുണ്ട് ക്ലാസ്സിലെ ടീച്ചർ ഒരു പൂതനയെ പോലെ നിന്ന് തുള്ളുവാണ്. ടീച്ചർ പറഞ്ഞു, ക്ലാസ്സിൽ നിന്നൊരു ബാഡ്ജ് മോഷണം പോയിട്ടുണ്ട്. ആരാണ് ബാഡ്ജ് എടുത്തത് എങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അടി കുറവേ കിട്ടൂ എന്ന്. റിഡക്ഷൻ സെയിലാണ്, അടി കിട്ടുമെന്ന് ഉറപ്പാണ്. അവൻ മിണ്ടാൻ പോയതേയില്ല. അങ്ങനെ അന്ന് കഴിഞ്ഞു. പിറ്റേന്ന് ക്ലാസ്സിലേക്ക് വീണ്ടും ചെന്നപ്പോൾ ടീച്ചർ ഒരു ധ്യാനമൊക്കെ കൂടി വന്നൊരു വ്യക്തിയെ പോലെ ടീച്ചർ പറഞ്ഞു, മക്കളെ ആരാണ് ബാഡ്ജ് എടുത്തത് എങ്കിൽ ടീച്ചറോട് പറയേണ്ടതില്ല, ടീച്ചർ സത്യമായിട്ട് തല്ലത്തില്ല, ഇത് എല്ലാവർക്കും കാണാവുന്ന, ഇവിടെയോ അവിടെയോ ഇട്ടുകൊള്ളൂ, ടീച്ചർ അത് എടുത്തുകൊള്ളാം. അവൻ വിചാരിച്ചു, ദൈവമേ എത്ര ആത്മാർത്ഥമായിട്ടാണ് ടീച്ചർ പറയുന്നത്, ഇട്ട് കളയാം. പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ നിന്നൊരു വിളി പോലെ അത് പറഞ്ഞു, ദേ ടീച്ചർ അങ്ങനെ പുന്നാരമൊക്കെ പറയും, ടീച്ചർ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കാണാവുന്ന എവിടെയെങ്കിലും കൊണ്ടുവന്നിടുമ്പോൾ ഒളിച്ച് നിന്ന് നോക്കി പറ്റിച്ചേ എന്ന് പറഞ്ഞ് പിടിച്ച് ചിലപ്പോൾ തല്ലിയാലോ. അവൻ വിചാരിച്ചു, വേണ്ട, എന്തിനാണ് വീണ്ടും പുല്ലാപ്പുണ്ടാക്കുന്നത്. അവൻ അത് ഇടാൻ പോയില്ല. പിറ്റേ ദിവസം ടീച്ചർ ഓരോരോ ഭീഷണികളാണ്. അങ്ങനെ 3-4-5 ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ ടീച്ചർ ഈ ബാഡ്ജിനെ പറ്റി ഒന്നും പറയാറേ ഇല്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു.
ഈ ബാഡ്ജ് എന്ന് പറയുന്ന സാധനം കുത്തി നടക്കാനുള്ളതാണ്. വീട്ടിൽ രഹസ്യ സംഗീതത്തിൽ ഇരുന്നിട്ട് എന്താണ്? അപ്പം അവൻ്റെ നാട്ടിലെ ഒരു വശ്യമായ ഒരു കളിയാണ് ട്രെയിൻ കളിക്കുക എന്ന് പറയുന്നത്. വള്ളി കെട്ടിയിട്ട് ആ ട്രെയിനിൻ്റെ ഏറ്റവും മുമ്പിൽ അവനാണ്. അവൻ മെല്ലെ എടുത്ത് ആ ബാഡ്ജ് കുത്തി. പെട്ടെന്ന് അവൻ പൊത്തി. ആൾക്കാരെ കാണുമ്പോൾ ബാഡ്ജ് പൊത്തി പിടിക്കും, ആൾക്കാരെ ഇല്ലാത്തപ്പോൾ അവൻ ബാഡ്ജ് വിടും. എന്നെ നടക്കുമ്പോൾ വീടിൻ്റെ മുമ്പിൽ ഒരു ചേച്ചി ചോദിച്ചു, മോനെ ഇതെന്താണ് നീ കുത്തിക്കൊണ്ട് നടക്കണത്? അവൻ പറഞ്ഞു, കണ്ടൂടെ ചേച്ചി ബാഡ്ജ്. ബാഡ്ജോ? ആ, ക്ലാസ്സിൽ ഫസ്റ്റ്. മോനാണോ ക്ലാസ്സിൽ ഫസ്റ്റ്? ടീച്ചർ ഇന്നാൾ കൂടി പറഞ്ഞല്ലോ, പഠിപ്പിച്ചിട്ട് എന്താ കാര്യം, കുട്ടികളൊന്നും റാങ്കോ ബാഡ്ജോ വാങ്ങണില്ലെന്ന്. മോനാണോ ബാഡ്ജിൽ ക്ലാസ്സിൽ റാങ്കുകാരൻ? അവൻ പറ ആ ആ ആ ആ ആ ആ അങ്ങനെ പറഞ്ഞു. അവൻ പോയി. ആണെന്നും പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല. അടുത്തുള്ളവരൊക്കെ ചോദിച്ചു, എല്ലാവരോടും ഇത് തന്നെ പറഞ്ഞു. അങ്ങനെ ഇവൻ ബാഡ്ജും കുത്തി നടക്കുന്നതിനിടയിൽ ടീച്ചർ ജോലി കഴിഞ്ഞ് 5-5:30 മണിയോടുകൂടിയാണ് ബസ്സിൽ വന്നിറങ്ങുന്നത്. പെട്ടെന്ന് അമ്മയെ കണ്ട സന്തോഷത്തിൽ ഇവൻ വിളിച്ചു, അമ്മ. അമ്മ നോക്കിയപ്പോഴുണ്ട് മകൻ. അമ്മ ചോദിച്ചു, മോനു കുറെ നേരമായി കളി തുടങ്ങിയിട്ട്, പഠിക്കാൻ കുറെ ഉണ്ടോ? വേഗം വാ കളി വെച്ചിട്ട്. അവൻ പറഞ്ഞു, പഠിക്കാനൊന്നും ഇല്ല അമ്മ. അമ്മ പറഞ്ഞു, ഞാൻ ഡയറി നോക്കട്ടെ, വേഗം വാ. പെട്ടെന്ന് ശരി അമ്മ എന്ന് പറഞ്ഞ അവൻ തിരിയല്ല. ഈ അമ്മയുടെ ദൃഷ്ടിയിൽ ഇവന്റെ ബാഡ്ജ് പെട്ടു. പെട്ടെന്ന് അമ്മ ചോദിച്ചു, മോനു ഇതെന്താ, ഇത് ബാഡ്ജ് അല്ലേ? ഇത് ഫസ്റ്റ് റാങ്കിന്റെ ബാഡ്ജ് ആണല്ലോ. മോൻ എവിടെ നിന്ന് ഈ ബാഡ്ജ് കിട്ടിയത്? മോൻ ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലല്ലോ. മാത്രമല്ല ഇത് ബാഡ്ജിന്റെ സമയമല്ല. ബാഡ്ജിൻ്റെതല്ല സമയം, ബാഡ്ജിൻ്റെതല്ലാത്തൊരു സമയം. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എക്സാം ആകാറാകുമ്പോൾ ബാഡ്ജുകളെല്ലാം ടീച്ചേഴ്സ് കളക്ട് ചെയ്യും. എക്സാം കഴിയുമ്പോൾ അത് തിരിച്ചു കൊടുക്കും. ഇവന്റെ അമ്മ പറഞ്ഞു, ഇത് ബാഡ്ജിന്റെ സമയമല്ലല്ലോ. മോൻ എവിടെ നിന്ന് ഈ ബാഡ്ജ് കിട്ടിയത്? മാത്രമല്ല നീ ബാഡ്ജ് ക്ലാസ്സിൽ ഫസ്റ്റും അല്ല. അമ്മ പറഞ്ഞു, മോനു അമ്മ നിന്നെ ഇതുവരെയും തല്ലിയിട്ടില്ല. ഇന്നാദ്യമായിട്ട് ഒരുപക്ഷെ അമ്മ തല്ലിയേക്കാം. സത്യം പറ, ഈ ബാഡ്ജ് എവിടെ നിന്നാണ് കിട്ടിയത് മോനു? അമ്മ വേലിയിൽ നിന്ന് വടി ഒടിക്കാൻ പോവാണ്. അവൻ ഉള്ളിൽ ചിന്തിച്ചു, ദൈവമേ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞില്ലേൽ. അവൻ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ അതെ, ക്ലാസ്സിലെ ബാഡ്ജൊക്കെ പഴയ ബാഡ്ജായിന്ന്, പുതിയ ബാഡ്ജുകൾ വാങ്ങാൻ പോവാണെന്ന്. അപ്പൊ പഴയ ബാഡ്ജുകൾ കളയാണെന്ന്. അപ്പൊ ടീച്ചർ ചോദിച്ചു, ആർക്കെങ്കിലും പഴയ ബാഡ്ജ് വേണോന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ബാഡ്ജ് തരുമെന്ന്. ടീച്ചർ പറഞ്ഞു, ഏത് ബാഡ്ജ് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ഏത് ബാഡ്ജ് ആയാലും കുഴപ്പമില്ലെന്ന്. അപ്പൊ ടീച്ചർ തന്ന ബാഡ്ജാ ഈ ബാഡ്ജ് അമ്മ. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അമ്മ ടീച്ചറോട് ചോദിച്ചോ. അവനുള്ളിൽ വിചാരിച്ചു, അടി 2 ദിവസം കൂടെ നീണ്ടു കിട്ടുമല്ലോ എന്ന്. പ്രിയമുള്ളവരെ, പാവം അമ്മ അത് വിശ്വസിച്ചു. ആ ടീച്ചർ പറഞ്ഞു, മോനെ അങ്ങനെ കിട്ടിയതാണെങ്കിൽ എൻ്റെ മോൻ ഈ ബാഡ്ജ് എന്നും കുത്തിക്കൊണ്ട് നടന്നോ. കാരണം ഒരു അമ്മയ്ക്കുണ്ടാവില്ല ഒരു ആഗ്രഹം, മോൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ബാഡ്ജ് ഒന്ന് കുത്തി കാണണമെന്ന്. പ്രിയമുള്ളവരെ, അവൻ വിചാരിച്ചു അമ്മയെക്കാളും ടീച്ചറിനേക്കാളും ബുദ്ധി ഇവനാണെന്ന്. പ്രിയമുള്ളവരെ, അവൻ അന്ന് അത് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോഴുണ്ട് അവൻ ടീച്ചർ വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പേടി ഉണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു. ഒരു ദിവസം ഇവൻ കളി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ പഠിപ്പിക്കാനായിട്ട് പോർഷൻ നോക്കാൻ ഡയറി തുറന്നപ്പോൾ ഈ ഡയറിയിൽ ടീച്ചർ എഴുതി വിട്ടിട്ടുണ്ട്, ക്ലാസ്സിൽ നിന്ന് ഒരു ബാഡ്ജ് മോഷണം പോയിട്ടുണ്ട്, നിങ്ങളുടെ പുന്നാര മകൻ അത് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദയവായി തിരിച്ചു കൊണ്ടുവന്ന് തരൂ. പക്ഷെ അമ്മ യാതൊരു ഭാവവ്യത്യാസവും കാണിച്ചില്ല. ഇവൻ കളി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ അവനോട് പറഞ്ഞു, മോനോ ആ ബാഡ്ജ് എവിടെയാ? അവൻ പറഞ്ഞതേ. അമ്മ പറഞ്ഞു, മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയി, ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടാലോ, അമ്മ പിടിച്ച് സൂക്ഷിക്കാം. അവൻ വിചാരിച്ചു അമ്മ പിടിക്കട്ടെ. അങ്ങനെ അന്ന് കഴിഞ്ഞു. പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്നപ്പോഴുണ്ട് അമ്മ സ്കൂളിൽ. അവൻ ചോദിച്ചു, അമ്മ എന്താ ഇവിടെ? അമ്മ പറഞ്ഞു, ഞാൻ ഇന്ന സിസ്റ്ററെ കാണാൻ വന്നതാ. അമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്നു, ഇടയ്ക്ക് വരാറുണ്ട് അമ്മ കാണാൻ. അവൻ സംശയിച്ചതേ ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തൻ്റെ അമ്മ വേറൊരു ക്ലാസ് ടീച്ചറോട് വർത്തമാനം പറയുന്നു. അവൻ വിചാരിച്ചു, ദൈവമേ ബാഡ്ജിന്റെ വിഷയമായിരിക്കോ? ഇപ്പൊ കുറച്ച് നാളായിട്ട് അമ്മ ടീച്ചർ ബാഡ്ജിനെ കുറിച്ച് പറയാറേ ഇല്ലല്ലോ. പെട്ടെന്ന് അവൻ വിചാരിച്ചു അതാകത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എന്തോ കൊടുക്കുന്നത് പോലെ അമ്മ പോകുന്നു. പെട്ടെന്ന് ടീച്ചർ ക്ലാസ്സിലേക്ക് പാഞ്ഞു വരുന്നു. ക്ലാസ്സിലേക്ക് കടന്ന വഴി ഇവന് ഒരു വിളിയാണ്, ആൻഡ്രു എഴുന്നേറ്റ് നിൽക്കൂ, ആൻഡ്രു ഇവിടേക്ക് വരൂ. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് നിന്നു. ഇവിടേക്ക് വരാനല്ലേ പറഞ്ഞത്? ടീച്ചറുടെ ലാത്തി ശേഖരത്തിൻ്റെ അടുത്തേക്ക് ഓടി. ടീച്ചറുടെ ചൂരൽ ശേഖരത്തിൽ നിന്ന് ഏറ്റവും നല്ല ചൂരലെടുത്തു. അവനെ മേശയുടെ മീതെ കയറ്റി നിർത്തി അടിയോടടിയാണ്. അവനോട് പറഞ്ഞു, നീ എന്താ നിന്റെ അമ്മയോട് പറഞ്ഞത്? കള്ളൻ, പെരുങ്കള്ളൻ, നിന്റെ മുഖം കണ്ടാൽ മതി. ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, സത്യതാണെങ്കിൽ അങ്ങനെ പരസ്യമായി പറയാൻ പാടൂ. അങ്ങനെ പറഞ്ഞ അടിയാണ്. ഇവൻ കുറെ നേരം സഹിച്ചു നിന്നു. പിന്നീട് അടി വേദന കൂട്ടിയപ്പോൾ
അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ അറിയാതെ ചെയ്തതാ, ഇനി ചെയ്യത്തില്ല, എന്നെ തല്ലല്ലേ, എനിക്ക് വേദനിക്കടൂ, ഞാൻ ഇനി ഒന്നും എടുക്കത്തില്ല, ടീച്ചർ എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് കരച്ചിലാണ്. പെട്ടെന്ന് ടീച്ചർ പറഞ്ഞു, കട്ടോടാ, നീ പെരുങ്കള്ളനായിക്കോടാ, ആർക്കാ ഛേദം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ തല്ല്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, തൽക്കാലം നീ ചെന്നിരിക്കി, ബാക്കി ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വന്നിട്ട് തരാം. അവൻ ചെന്നിരുന്നപ്പോഴാണ് അവനെ ഏറെ സങ്കടപ്പെടുത്തിയത്. അവൻ്റെ കൂട്ടുകാരെല്ലാവരും അകന്നകന്നിരിക്കുവാണ്. എല്ലാവരും അവനെ ബാഡ്ജുകള എന്ന് വിളിക്കുന്നു. എല്ലാവരും ഒരു കള്ളനെ പോലെ, പിടിക്കപ്പെട്ട പാപിയെ പോലെ അവനെ നോക്കുക. അവൻ ആ സമയം എങ്ങനെയൊന്ന് കടത്തിവിടാൻ കഷ്ടപ്പെട്ടു. ഇപ്പോഴുള്ളവർ ഉച്ചയ്ക്ക് ഊണിന് വിട്ടപ്പോൾ ആരും അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനില്ല, ആരും അവൻ്റെ കൂടെ വർത്താനം പറയാനില്ല, ആരും അവൻ്റെ കൂടെ ഇരിക്കാനില്ല. എല്ലാവരും ഇവനെ കാണാനായിട്ട് ആകാംക്ഷയോടെ നിൽക്കുകയും പെരുങ്കള്ള എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ടീച്ചർ വന്ന് തല്ലും. വീട്ടിൽ ചെന്നാൽ അമ്മ, പിന്നെ വീണ്ടും അപ്പച്ചൻ തല്ലും എന്ന ചിന്ത. അവൻ തലയിട്ട് വീണു. അവൻ ഛർദ്ദിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പനി തുടങ്ങി. ടീച്ചർ ഉച്ച തിരിഞ്ഞ് തല്ലിയതേ ഇല്ല. വൈകിട്ട് ക്ലാസ് വിട്ടപ്പോൾ ബസ്സിലെ ക്ലീനർ അവനെ കൊണ്ടുപോയി ബസ്സിൽ കിടത്തി, വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. പ്രിയമുള്ളവരെ, വീട്ടിൽ ചെല്ലുമ്പോഴും അവൻ്റെ മനസ്സിലെ ചിന്ത ഇതാണ്, അമ്മ വന്നാൽ അപ്പച്ചനോട് കാര്യങ്ങൾ പറയും, അപ്പച്ചൻ അറിഞ്ഞാൽ അപ്പച്ചനും അമ്മയും കൂടെ തല്ലി തകർക്കും, അടിയിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യണം? അവൻ്റെ മനസ്സിൽ ഒരു കാര്യം ക്ലിയറായി, സഹതാപ തരംഗത്തിന് ഇനി അടിയിൽ നിന്ന് രക്ഷ നൽകാൻ, അടി കുറയ്ക്കാൻ നിമിത്തമാകൂ. അവൻ പലവിധത്തിൽ കിടന്ന് അഭിനയിക്കാൻ തുടങ്ങി. തളർവാദ രോഗിയെ പോലെ കിടന്നു, മരിച്ചവനെ പോലെ കിടന്നു, ശവം കിടക്കുന്നത് പോലെ കിടന്നു. അതിനിടയിൽ അമ്മ വരുന്ന ശബ്ദം കേട്ടു, അമ്മയുടെ വണ്ടിയുടെ ശബ്ദം. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു, സമയം സമാഗതമായി, അതാ അടി തുടങ്ങാൻ സമയമായി. അവൻ ശാരീരികവും മാനസികവുമായി അടിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പെട്ടെന്ന് അമ്മ ഗേറ്റ് തുറക്കുമ്പോൾ അവൻ്റെ ചേച്ചി പറയുന്നത് കേട്ടു, അമ്മ ഇന്ന് അവൻ പനി പിടിച്ച് കിടക്കുക, അപ്പച്ചൻ മരുന്ന് വാങ്ങാൻ പോയിരിക്കുക, അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇന്ന് അവനെ ട്യൂഷൻ വിടുന്നില്ല, നിങ്ങൾ രണ്ടുപേരും പൊക്കോളൂ. അങ്ങനെ അവർ രണ്ടുപേരും ബാഗ് എടുത്തു പോയി. അമ്മ ബാഗ് വെച്ച് തൻ്റെ മുറിയിലേക്ക് വരും. അവൻ മരിച്ചവനെ പോലെ കിടക്കുകയാണ്, സഹതാപ തരംഗം ഉണ്ടാക്കാൻ. പെട്ടെന്ന് അവൻ ചിന്തിച്ചു, എവിടെ നിന്നാണ് അമ്മ അടി തുടങ്ങുന്നത്? കാലിൽ നിന്നാണോ തലയിൽ നിന്നാണോ? കണ്ണു തുറന്നൊന്ന് നോക്കണമെന്നുണ്ട്, പക്ഷെ നോക്കിയാൽ സഹതാപ തരംഗം പൊളിഞ്ഞാലോ? അവൻ കിടക്കുകയാണ്. പെട്ടെന്ന് അമ്മ അവിടേക്ക് കടന്നു വന്നു. അമ്മ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു. അമ്മ പറഞ്ഞു, മോനു നല്ല പനിയുണ്ടല്ലോടാ മോനു, എൻ്റെ മോനുവിന് പനി എപ്പോഴാണ് തുടങ്ങിയത്? നല്ല പനിയുണ്ടല്ലോ. അമ്മ പെട്ടെന്ന് അവനെടുത്ത് മടിയിൽ കിടത്തി. പെട്ടെന്ന് അവൻ വിചാരിച്ചു, പുന്നാരം പറഞ്ഞിട്ട് വീണ്ടും തല്ലാനുള്ള ശ്രമമായിരിക്കും. അമ്മ പറഞ്ഞു, മോനു നല്ല പനിയുണ്ടല്ലോ, എൻ്റെ മോനുവിന് നല്ല പനിയുണ്ടല്ലോ. പെട്ടെന്ന് അമ്മ കാലിൽ നോക്കിയപ്പോൾ ടീച്ചർ തല്ലിയെടുത്ത് പൊട്ടിയില്ല എന്ന പോലെ കൊള്ളിക്കുമാടിയ പോലെ കിടക്കുകയാണ്. പെട്ടെന്ന് അമ്മ ചോദിച്ചു, മോനു എൻ്റെ മോനുവിനെ ടീച്ചർ കുറേ തല്ലിയോ? പെട്ടെന്ന് അവൻ പറഞ്ഞു, അമ്മ ടീച്ചർ എന്നെ കുറേ തല്ലി, തല്ലൊക്കെ അവിടെ നിന്ന് കിട്ടി, ഇനി അമ്മയായിട്ട് തല്ലണ്ട എന്നാണ് അവൻ ചിന്തിച്ചത്. പെട്ടെന്ന് അമ്മ അവൻ്റെ മുഖം തൻ്റെ മുഖത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, മോനുവിന് ഒരു ബാഡ്ജ് വേണമെന്ന് അമ്മയോട് അപ്പച്ചനോട് പറഞ്ഞാൽ 100 ബാഡ്ജ് അപ്പച്ചനമ്മച്ചി വാങ്ങിത്തരുമായിരുന്നില്ലേ? ഇതുവരെ എന്താ പറഞ്ഞിട്ട് വാങ്ങിത്തരാതിരുന്നത്? എന്നാലും എൻ്റെ മോൻ അങ്ങനെ ചെയ്തില്ലേ? ഞാൻ ഡയറിയിൽ അത് വായിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, എൻ്റെ മോനാകരുതേ ബാഡ്ജ് എടുത്തത് എന്ന്. ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചു, എൻ്റെ മോനാകരുതേ എന്ന്. ടീച്ചറുടെ മുമ്പിൽ അമ്മ ആകെ നാണം കെട്ടുപോയില്ലേ? അമ്മയ്ക്കറിയാം എൻ്റെ മോൻ അറിയാണ്ട് ചെയ്തതാ, അടി പേടിച്ച് തിരിച്ചു കൊണ്ടു കൊടുക്കാതിരുന്നത് എന്ന്. എങ്കിലും എൻ്റെ മോനത് ചെയ്തില്ലേ എന്ന് ചോദിച്ച് ഈ മോനെ കെട്ടിപ്പിടിച്ച് അമ്മ വാവിട്ട് കരയുകയും തുരു ഉമ്മ വയ്ക്കാനും തുടങ്ങി. അവൻ പറഞ്ഞു, ഈ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ കടിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ എൻ്റെ അമ്മ എന്നെ ഉമ്മ വെച്ചു. അമ്മ എന്നോട് പറഞ്ഞു, മോനു അമ്മ എൻ്റെ മോനുവിനെ തല്ലണില്ല, അമ്മയ്ക്കറിയാം എൻ്റെ മോനെ അറിയാണ്ട് ചെയ്തതാന്ന്. അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കണില്ല. അപ്പച്ചൻ കേട്ട ചിലപ്പോൾ സങ്കടമായി, മോനെ തല്ലിയാലോ? എൻ്റെ മോനു ഇനി ഒരിക്കലും ഒന്ന് എടുക്കാണ്ടിരുന്നാ മതി, അമ്മ എൻ്റെ മോനെ തല്ലണില്ല, എൻ്റെ മോനു നല്ല മോനല്ലേ എന്ന് പറഞ്ഞ് അടുത്തൊരു ഉമ്മ. എന്നിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ മോൻ കിടന്നു. അപ്പച്ചൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോഴേക്ക് ചുക്കാപ്പി വെച്ച് പൊടിയരിക്കഞ്ഞിക്ക് വേണ്ടി അടുപ്പത്ത് അരിയിടാം, അത് വരുമ്പോൾ അത് കഴിച്ചിട്ട് എൻ്റെ മോൻ പഠിക്കാതെ കിടന്നു, എൻ്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ എന്ന്. പ്രിയമുള്ളവരെ, വീണ്ടും ഈ അമ്മച്ചി മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. അതിനുശേഷം അമ്മ പറഞ്ഞു, നാളെ ക്ലാസ്സിൽ ചെന്ന് ടീച്ചറോട് സോറി ചോദിക്കണം. ടീച്ചർക്ക് വലിയ സങ്കടമായി. എത്ര അവസരം തന്നു എൻ്റെ മോനൊന്ന് തെറ്റ് തിരുത്താനും സമ്മതിക്കാനും തിരിച്ചു കൊടുക്കാനും.
അടിപേടിച്ചിട്ടായിരിക്കും. പക്ഷേ ടീച്ചറോട് മാപ്പ് ചോദിക്കണം. അറിയാണ്ട് ചെയ്തതാ, ഇനി ഞാൻ ചെയ്യില്ലെന്ന് പറയണം. ക്ലാസ്സിലെ കൂട്ടുകാരോടും സോറി ചോദിക്കണം. അവരും എൻ്റെ മോൻ കാരണം ഇത്ര ദിവസം കള്ളനാക്കപ്പെട്ടില്ലേ, അവരോട് സോറി ചോദിച്ചോളൂ. എൻ്റെ മോൻ കിടന്നുറങ്ങിക്കോ, എൻ്റെ മോൻ ഇനി ഒന്നും, എൻ്റെ മോനുൻ്റെതല്ലാത്തതൊന്നും ഇനിമേലിൽ എടുക്കണ്ട, എൻ്റെ മോൻ കിടന്നോളാൻ പറഞ്ഞ് ഒരു ഉമ്മയും കൂടി കൊടുത്തിട്ട് ഈ അമ്മ പോയി. ഈ അച്ഛൻ പറയുകയാണ്, അന്നാണ് ഒരു അടിയേക്കാൾ ഭയങ്കര വേദന ഒരു ഉമ്മയ്ക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അന്ന് ഞാൻ എൻ്റെ അമ്മനെ ഒരു തല്ലു തല്ലിയിരുന്നുവെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ അമ്മ എൻ്റെ ഒരു തെറ്റിനോട് പ്രതികരിച്ചത് തല്ലിക്കൊണ്ടല്ല, കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് കരഞ്ഞ ചുംബിച്ചുകൊണ്ടാണ് എന്ന്. ഇപ്പോഴുള്ളവർ ഇതിനെ സൈക്കോളജി പറയും കൺസ്ട്രക്റ്റീവ് വേ ഓഫ് കറക്ഷൻ. ഈ അമ്മ ഈ മകനെ ഒരു കള്ളനാക്കി മാറ്റിയില്ല. ഈ അച്ഛൻ പറഞ്ഞു, അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ തൻ്റേതല്ലാത്തൊരു സാധനം ഞാൻ എടുത്തിട്ടില്ല. എന്തെങ്കിലും ഒരു സാധനം ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് എടുത്താലോ എന്നൊക്കെ മാനസികമായി ചിന്തിക്കുമ്പോൾ അന്ന് എൻ്റെ അമ്മ കരഞ്ഞത്, എൻ്റെ അമ്മ ഉമ്മ വെച്ചത്, എൻ്റെ അമ്മ കെട്ടിപ്പിടിച്ചത്, എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കും. പിന്നെ ഞാൻ ഒന്നും തൊട്ടിട്ടില്ല. അച്ഛൻ പറയുന്നുണ്ട്, ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റേതല്ലാത്തതൊന്നും ഞാൻ എടുക്കാതിരുന്നത്. എന്നൊരു പുരോഹിതനായത് എൻ്റെ അമ്മ തെറ്റുകളോട് തല്ലിത്തകർത്ത് ശിക്ഷിച്ചുകൊണ്ടല്ല തിരുത്തിയതിരുന്നത്, സ്നേഹിച്ചും ഉമ്മ വെച്ചും കരഞ്ഞും അണച്ചു പിടിച്ചുകൊണ്ടാണെന്ന്. ഇപ്പോഴുള്ളവരെ തല്ലിത്തകർത്ത് ശിക്ഷിക്കുന്നതിനെ സൈക്കോളജി പറയും ഡിസ്ട്രക്റ്റീവ് വേ ഓഫ് കറക്ഷൻ. ഇന്ന് ജയിലുകളിലുള്ള വിഖ്യാതരായ കുറ്റവാളികളൊക്കെ ഇതുപോലെയല്ലേ? ജീവിതത്തിൽ ഒരിക്കൽ അവൻ ഒരു തെറ്റ് ചെയ്തു, അതിന് കടുത്ത ശിക്ഷ കിട്ടി. പിന്നെയും തെറ്റ് ചെയ്തു, അതിനേക്കാൾ ഭീകരമായ ശിക്ഷ കിട്ടി. പിന്നീട് മറ്റുള്ളവർ ചെയ്ത തെറ്റിനും ഇവന്റെ പേരിൽ ആരോപിച്ച് ഇവനെ ശിക്ഷിച്ചു. അങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങളിലൂടെ കടന്നുപോയവൻ പിന്നീട് തിരിച്ചറിയുന്നുണ്ട്, ഇനി തെറ്റ് ചെയ്ത് സ്വന്തം തെറ്റ് ചെയ്ത് സ്വന്തം ശിക്ഷ വാങ്ങി ജീവിക്കാം. എത്രയോ മക്കൾ നശിച്ചു പോയത് ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെച്ച് തല്ലാതെ വിട്ടിരുന്നുവെങ്കിൽ, സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഈ മക്കളൊക്കെ എത്രയോ നല്ല മക്കളാകുമായിരുന്നു. ഇപ്പോഴുള്ളവരെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണ്, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ അച്ഛൻ കേട്ട ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു സ്നേഹാനുഭവം എന്തെന്ന് ചോദിച്ചാൽ, ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ ഒരു 10 തല്ലിന് ന്യായമായ അർഹത ഉണ്ടായിട്ടും അതിന് മാത്രം തെറ്റ് ഞാൻ ചെയ്തിട്ടും എന്നെ തല്ലാതെ, എൻ്റെ അപ്പച്ചനെ കൊണ്ട് തല്ല് വാങ്ങിപ്പിക്കാതെ, ജീവിതത്തിൽ ഇന്നോളം പിന്നീട് അതിനെപ്പറ്റി ഒരിക്കൽ പോലും ഓർമ്മിപ്പിക്കാതെ ഞാൻ നല്ല മകനാക്കി തീർന്ന, എന്നെ നല്ല മകനാക്കി തീർത്ത എൻ്റെ അമ്മയുടെ സ്നേഹമാണെന്ന്. പ്രിയമുള്ളവരെ, ഈ അച്ഛൻ പറയുന്നുണ്ട്, ഈ അമ്മച്ചി എന്നെ കൊണ്ട് പിറ്റേ ദിവസം ടീച്ചറുടെ മുമ്പിൽ കൊണ്ടുപോയി ടീച്ചറോട് സോറി ചോദിച്ചു, കൂട്ടുകാരോട് സോറി ചോദിച്ചു. ടീച്ചറോട് പറഞ്ഞു, എൻ്റെ മോൻ ചെയ്തതൊന്നും ഇനി എൻ്റെ മോനെ ഓർമ്മിപ്പിക്കരുതേ എന്ന്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ടീച്ചർ ആ ടീച്ചറാണെന്ന്. ഇപ്പോഴുള്ളവരെ, ഞാനിത് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്നേഹാനുഭവം എന്ന് പറയുന്നത് തെറ്റ് ചെയ്ത തന്നോട് ക്ഷമിച്ച്, തെറ്റിന്റെ ഇടസമയത്തും തന്നെ അണച്ചുപിടിച്ച്, തന്നെ ഉമ്മ വെച്ച് സ്നേഹിച്ച് തൻ്റേതാക്കുന്ന, തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കള്ളനാക്കി ചിത്രീകരിക്കാത്ത ഒരു അമ്മയുടെ സ്നേഹമാണ് എന്ന്. ഇപ്പോഴുള്ളവർ, ഇതാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ സ്നേഹമെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം എന്തെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും കുമ്പസാരമാണ് എന്ന്. ഇപ്പോഴുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ച വചനത്തില് നൂറുകണക്കിന് ആളുകള് പാപിനിയായ സ്ത്രീയെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്, കല്ലെറിയാൻ വേണ്ടി പിടിച്ചിരിക്കുകയാണ്. എല്ലാവരും അവൾക്കെതിരെ, പാപിനിയായ മോള് മാത്രം അവർക്ക് അഭിമുഖമായി യേശുവിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയി. യേശു ആരുടെ കൂടെയാണ് നിന്നത്? കല്ലും പിടിച്ചുകൊണ്ട് കുറ്റാരോപണം നടത്തുന്ന മനുഷ്യരുടെ കൂടെയാണോ യേശു നിന്നത്? കുറ്റം വിധിച്ച് കല്ലെറിയാൻ നിൽക്കുന്ന പാപിനിയായ മോളുടെ കൂടെയാണ് യേശു ആ മോളുടെ കൂടെയാണ് നിന്നത്. അവരെല്ലാവരും അവൾക്കെതിരെ നിൽക്കുമ്പോൾ യേശു മാത്രം അവളുടെ കൂടെ നിന്നു. അവരെല്ലാവരും അവൾക്കെതിരെ കുറ്റാരോപണം നടത്തുമ്പോൾ യേശു മാത്രം അവൾക്ക് വേണ്ടി വക്കാലത്ത് നാരായണൻകുട്ടിയാകുന്നുണ്ട്. യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ ആരാണോ പാപം ചെയ്യാത്തത് അവരാദ്യം എൻ്റെ മോളെ കല്ലെറിയട്ടെ. ഇപ്പോഴുള്ളവരെ, പ്രായം ചെന്നവർ മുതൽ ഓരോരുത്തരായി കല്ല് താഴെയിട്ട് കൊണ്ട് കടന്നു പോകുമ്പോൾ ബൈബിൾ പറയുന്നു, ഒടുവിൽ പാപിനിയായ സ്ത്രീയും യേശുവും മാത്രം അവശേഷിച്ചു എന്ന്. പ്രിയമുള്ളവരെ, എല്ലാവരും നമ്മളെ കൈയൊഴിഞ്ഞ്
കൈവിട്ട് വിധിച്ചു തള്ളി കടന്നു പോകുമ്പോഴോ നമ്മളെ കൈ ഒഴിയാതെ വിധിച്ചു തള്ളാതെ നമ്മുടെ കൂടെ നിൽക്കണ ഒരൊറ്റ സ്നേഹമേ ഉള്ളൂ, അത് യേശുവാണ്. ആ യേശു ആ മോളോട് പറയുന്നത് എന്താണ്? മോളു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളൂ, മേലിൽ പാപം ചെയ്യരുത്. ഇനി ആരുടെ മുമ്പിലും ഒരാളുടെ മുമ്പിലും എൻ്റെ മോള് കുറ്റം വിധിക്കപ്പെടാതിരിക്കാൻ, തലകുനിക്കപ്പെടാതിരിക്കാൻ, കല്ലെറിയപ്പെടാതിരിക്കാൻ, ഒറ്റപ്പെടുത്താതിരിക്കാൻ എൻ്റെ മോള് ഇനിമേലിൽ പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഇതല്ലേ കുമ്പസാരം എന്ന് പറയണത്? കുമ്പസാരം എന്ന് പറയണത് യേശുവിൻ്റെ കരുണയല്ലേ, യേശുവിൻ്റെ സ്നേഹമല്ലേ? എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ, കുറ്റവിചാരണ നടത്തുമ്പോൾ, കല്ലെറിയാൻ നിൽക്കുമ്പോൾ, നമുക്കെതിരെ വാദിക്കുമ്പോൾ, പാപിയുടെ കൂടെ നിന്ന് അവനെ സ്നേഹിച്ച് അവനെ ഒറ്റപ്പെടുത്താതെ അണച്ചുപിടിച്ച് എല്ലാവരും കൈയൊഴിയുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുന്ന അവനെ ഏത് പാപങ്ങൾ ചെയ്തു, ആരുടെ കൂടെ പോയി എന്നൊന്നും ചോദിക്കാതെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളൂ, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, കൃപയിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ നിന്നെ യാത്രയാക്കുന്ന സ്നേഹത്തിൻ്റെ പേരല്ലേ യേശു? ആ യേശുവിൻ്റെ കരുണയുടെ പേരല്ലേ കുമ്പസാരം എന്നൊക്കെ പറയണത്? പ്രിയമുള്ളവരെ, കുമ്പസാരക്കൂട്ടിൽ ചെല്ലുന്നവൻ പാപി, കുമ്പസാരക്കൂട്ടിൽ നിന്ന് വരുന്നവൻ വിശുദ്ധൻ. പ്രിയമുള്ളവരെ, ഏതൊരു വലിയ പാപത്തെയും ഒരു 3 സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന കൊണ്ട്, 3 നന്മ നിറഞ്ഞ പ്രാർത്ഥന കൊണ്ട്, 3 പരിശുദ്ധമായ പ്രാർത്ഥന കൊണ്ട്, 3 ത്രിത്വസ്തുതി കൊണ്ട് കഴുകിക്കളയുന്ന ഒരു സ്നേഹത്തിന്റെ പേരല്ലേ കുമ്പസാരം എന്നൊക്കെ പറയണത്? പ്രിയമുള്ളവരെ, ചിലർ പറയാറുണ്ട്, എൻ്റെ പാപങ്ങളൊക്കെ അച്ഛൻ കേട്ടു ആവോ? ഞാൻ കുമ്പസാരിക്കാൻ ചെന്നപ്പോ അച്ഛനോട് പാപങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛൻ അവിടെ ഇരുന്ന് മയങ്ങുന്നുണ്ടായിരുന്നു. അച്ഛൻ 3 സ്വർഗസ്ഥനായി ചെല്ലാൻ പറഞ്ഞു. അച്ഛൻ എൻ്റെ പാപങ്ങൾ കേട്ടുവോ? പ്രിയമുള്ളവരെ, നിന്റെ പാപങ്ങൾക്ക് നേരെ അലക്ഷ്യമായി അശ്രദ്ധമായി പ്രതികരിക്കുന്ന സ്നേഹത്തിന് വിളിക്കുന്ന പേരാണ് കുമ്പസാരം. പ്രിയമുള്ളവരെ, നിന്റെ വലിയ പാപങ്ങളെ 3 സ്വർഗസ്ഥനായ പ്രാർത്ഥന കൊണ്ട് മാച്ചു കളയുന്ന സ്നേഹത്തിന്റെ പേര് യേശു എന്നും ആ യേശുവിന്റെ സ്നേഹ കരുണ കൂദാശയെ കുമ്പസാരം എന്നും തന്നെയാണ് പറയുന്നത്. നമ്മൾ ഗൗരവത്തോടുകൂടെ യേശുവിൻ്റെ കരുണയിലേക്ക് ഒന്ന് പ്രവേശിച്ചിരുന്നുവെങ്കിൽ യേശു നമ്മുടെ കൂടെ നിൽക്കണ, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വന്തമായ സ്നേഹമല്ലേ? ആ സ്നേഹം അനുഭവിക്കാൻ നമുക്കും ഈ പാപിനിയായ മോളുടെ പോലെ സാധിക്കട്ടെ. ആമേൻ.